സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു അനദർ വ്ളോഗ്. നമുക്കിന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ആളാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു എക്സ്പ്ലോറിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നെ. സോ ബൈ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈശാഖേട്ടനെ ഒന്ന് പിക്ക് ചെയ്യണം. പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഇവിടുത്തെ തന്നെ ഹമറിയ ഫ്രീ സോണിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പുള്ളിയെ എടുത്ത് നേരെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസൽ ഗെയിമ എത്തണ്ട, അതിന് മുന്നേ ഉള്ള ഒരു ലൊക്കേഷനിലേക്കാണ്. ബൈ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ എടുത്ത് ആ ചെക്കൻ, നമ്മളെ അനിയൻ ചെക്കനെ എടുത്ത് അവനെ എടുത്ത് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. നമുക്കിപ്പോൾ വൈശാഖേട്ടനെ വിളിക്കണം. പുള്ളി ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പോണ ആളെ കമ്പനിയിലേക്ക് തന്നെ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് തന്നെ ചങ്ങായി. ഓ വന്നിരിക്കുന്നു നമ്മുടെ പാക്കരൻ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനും വൈശാഖനും ഒരുമിച്ച് പോവുകയാണ്. ഇയാള് മറ്റേ ഇഞ്ചി അടിച്ച് ഇയാള് കുറെ നാൾ മിണ്ടൂലായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ വൈശാഖേട്ട എന്നും നമ്മുടെ ഷെയറിനാണല്ലോ. അപ്പൊ നമ്മൾ നേരെ പോകുന്നു രാഹുലിന്റെ അടുത്തേക്ക്. സോ ഗൈസ് നമുക്ക് രാഹുലിന്റെ അവിടെ പോയിട്ട് കാണാം. വലിയൊരു ഹോട്ടലാണ്. അപ്പം ഇത് കുറച്ച് ഈ പറഞ്ഞ കണക്ക് ഒരു പ്രീമിയം ഏരിയ കൂടിയാണ്. ഈ നമ്മൾ റാസൽ ഗെയിമല്ലേ, അത്യാവശ്യം ഭയങ്കര ഒരു കംഫർട്ടബിൾ ഏരിയയാണ്. ഇപ്പം ഇവിടെ എന്തോ വർക്ക് കിടക്കുന്നത്. ഞാൻ മുന്നേ വന്നപ്പോൾ വർക്കൊന്നും നടന്നിട്ടില്ല. അത്യാവശ്യം ക്ലീനായിട്ട് കിടക്കായിരുന്നു. ഇപ്പം എന്തൊക്കെ വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വരുന്നതാണ് ഈ പാർക്ക് കണക്കത്തൊരു. ഇവിടെ നല്ല കഫേയൊക്കെ ഉണ്ട്, സാൾട്ടിൻ്റെ. അപ്പോൾ അവിടെ ഉണ്ടെണ്ണ അവിടെ പിന്നെ അതിനകത്ത് ഞാൻ ഇവിടെ നിന്ന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ വരാറുണ്ടായിരുന്നു ഇവിടെ. കഴിഞ്ഞ ഒരു സമയത്ത് സജി എന്തോ വരാൻ നേരത്തെ എന്തോ കൊണ്ടുവന്നല്ലോ. അപ്പോൾ അവന് സാധനം കൊടുക്കാൻ ചൂടത്ത് മൈനയൊക്കെ വെള്ളമൊക്കെ എങ്ങനെ കുടിക്കണമെന്തോ അല്ലേ. ചൂട് സമയത്ത് ഇതിൻ്റെയൊക്കെ കഷ്ടമാണ്. മനുഷ്യന്മാർക്ക് പോലും പറ്റില്ല അല്ലേ. അത്യാവശ്യം നല്ല ഏരിയയാണ് കണ്ടോ. ഒരു ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ ഒരു വാക്കിങ്ങിനും അതുപോലെ ഒന്നും മൈൻഡൊക്കെ ചില്ല് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഏരിയയാണ് കണ്ടോ. ഈ ചൂട് സമയത്ത് ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥലം വെറുത്തു പോകും. പിന്നെ ഒരു നല്ല വ്യൂ ഒക്കെ കിട്ടും. കാട്ടലൊക്കെ കണ്ട് നൈസ് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം നമുക്ക്. അത്യാവശ്യം കണ്ട ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ട കുറച്ച് ശാന്തമായിട്ടുള്ള ഏരിയ, ഒരു ശാന്തമായിട്ടുള്ള ഏരിയ ആണിത്. പിന്നെ ഇതൊരു ഐലൻഡ് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഏരിയ ബേസ് അവർ മാറ്റി തിരിച്ചിട്ടാണ് ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ മുൻഭാഗത്ത് അവർ ഇൻ ആൻഡ് ഔട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പോവാനും വരാനും വേണ്ടി ഒരു ക്രോസൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇപ്പം അത് ഓപ്പണാണ്. ഇതെപ്പോഴേക്ക് ക്ലോസ് ചെയ്യുന്നത് നൈറ്റൊക്കെ തോന്നണേ കണ്ടിട്ട്. നല്ല ഫ്ലവേഴ്സ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇവിടെ ഇപ്പം വർക്ക് ചെയ്ത് ഇന്ന് അങ്ങോട്ട് വർക്കില്ലായിരുന്നു ചെക്കന്. അവന് അങ്ങ് അക്കോമഡേഷൻ ഇല്ല, അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം അവന് കമ്പനി വണ്ടിയിൽ വല്ലതും കയറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇടയ്ക്ക് ഈ പറഞ്ഞ കണക്ക് ഈ പൂവ് ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ. ഇത് ഓക്കെ അല്ലേ, അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. പിന്നെ ഒരു കാര്യം, എനിക്കത്ര സുഖമായിട്ട് തോന്നുന്നില്ല, കാരണം ചൂടായതുകൊണ്ട് പണി പാളി. അപ്പം നമുക്ക് അവനെ ഒന്ന് പെട്ടെന്ന് വരാൻ വേണ്ടി വിളിച്ചു പറയാം. ഒരു വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് വെള്ളം അടിക്കണം കേട്ടോ. ഈ പൈപ്പ് കണ്ട, ഇതെല്ലാ ചെടികൾക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൂടത്ത് വെള്ളം കൊണ്ട് അടിക്കണത് പമ്പ്. വൈകിട്ടൊക്കെ അടിപൊളിയാ. രാത്രി കുറച്ച് നേരമൊക്കെ വന്നിരിക്കാൻ ഒരു നൈസാ. എന്ത് തണലുണ്ടാ? ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് തണലുള്ളതുകൊണ്ടിരിക്കാൻ കൊള്ളാം. കുറച്ച് നാച്ചുറൽ കാറ്റൊക്കെ കിട്ടി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. ചൂട് സമയമായി കഴിഞ്ഞാൽ കഷ്ടമാണ് ആൾക്കാരുടെ കാര്യവും, പുറത്ത് പണിയെടുക്കണവരൊക്കെ അവസ്ഥ. തണുപ്പത്തടിപൊളിയാ. സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു സുഖമില്ല, ഒരു അവിച്ചിലാണ് മൊത്തത്തിൽ. സജിയുടെ കാര്യമൊക്കെയാണ് കഷ്ടം, അവിച്ചില്. നോക്കട്ടെ, ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് കാണാൻ പറ്റിയെങ്കിൽ അവനെ കാണാം. സമയം കിട്ടുമോയെന്ന് എനിക്ക് തോന്നല്ല, ലേറ്റാവുമോ എനിക്ക് ഒരുപാട്. അവിടെ പോയ ഒരു പൊതിയൊക്കെ തരും, സ്പെഷ്യൽ കിറ്റൊക്കെ ഉണ്ടാവും. നോക്കട്ടെ, നേരത്തെ വരുമെങ്കിൽ പോവാം. ഓ എൻ്റെ അമ്മേ, എന്തൊരു ചൂടാ. ടിഷ്യൂ വാങ്ങിച്ചിട്ടില്ല ഇതിനകത്ത്, മറന്നുപോയി. ഇന്ന് വാങ്ങണം ടിഷ്യൂ. ഒന്ന് വാങ്ങിച്ചിട്ടില്ല, അത്രയ്ക്ക് ചൂട്. നമ്മുടെ ചെറുക്ക അവിടെ നിന്ന് നടന്ന് വരാ പുരിവെയിലത്ത് നിന്ന്. അങ്ങനെ എന്താ പറഞ്ഞേ? നമുക്കപ്പോൾ നേരെ ഇനിയിപ്പം വിനീഷേൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. എന്താ പറയണത് നീ? അത് മതിയല്ലേ? അപ്പോൾ ആളെയും കാണാം നമുക്ക്. നമ്മൾ ഫോൺ വിളിക്കുന്നത് കോള് പോണില്ല. ദൂത് ഇവിടെ ഉണ്ടോ? എപ്പോ? ഇപ്പഴാ? ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാടാ ഏകദേശം? എനിക്ക് വേറെ ഒന്നും ഇല്ല, ഞാൻ എനിക്ക് ടിക്കറ്റ് ഞാൻ എടുത്തത് തന്നെ. എത്രാം തീയതിയിലേക്ക്? ശനിയാഴ്ച വൈകുന്നേരം. എത്ര? 10 ദിവസം ഉള്ളല്ലേ ലീവ്? അല്ല, എനിക്ക് ഒരു മാസം. ഒരു മാസം തരാന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് പോവാം. ഇതിന് മുന്നേ വേറൊരു സ്ഥലത്തായിരുന്നു. എനിക്ക് കഴിഞ്ഞു, ഇപ്പൊ ഓക്കെ ആയി. നമ്മൾ നേരെ വിനീഷേട്ടൻ്റെ അവിടെ വന്ന് ചെറുക്കനെയും കൂട്ടി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. കെട്ടിയതാ. ചേട്ടാ ഇതെവിടെ നിന്ന് കൊണ്ടുവന്ന്? ആക്രി പറക്കി തന്നെയല്ലേ നീ? ഒരു നിനക്ക് ഇത് തന്നെയല്ലേ പണി ഇവിടെ? ഇതെന്തായാലും അറിയാമോ? ഈ സാധനം ഒരു സാധനം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതെന്തായാലും പറയാം. ഇല്ല, ഇങ്ങനെ പറയണം, തൊട്ടാ പിന്നെ മനസ്സിലാവും. അതറിയണം.
ഇതെന്തോ അടപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയതാ. കൊള്ളാം. അവാർഡ് വല്ലതും കൊടുക്കണം ഇവർക്ക്. കണ്ടുപിടിക്കരുതായിരുന്നു. പണി ഞാൻ ഇവിടെ കലാപുരത്തിൽ ഞെട്ടിയിരിക്കുന്നു. നാല് നേരം തിന്നോ നീ എന്തോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന? പോയി ഉണ്ടാക്കും. തോരനേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് കുറച്ചും കൂടി തോരൻ ഉണ്ടാക്കി തരാം. തോരൻ, ചിക്കൻ ഫ്രൈ, മീൻ, ഫിഷ് ഫ്രൈ. എടാ അത് നോക്കി AC പുറത്തു പോയി കിടന്നുറങ്ങാം. ആരെടുത്ത് അതല്ല ഇത് ഇത് വിനീഷേന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയത്. എന്തിനാണെന്നറിയാമോ? നിന്നെ നമ്മള് കളിയാക്കോ മുത്തേ? വിനീഷേട്ടന് കുറച്ച് എന്റർടൈൻമെന്റ് ആണ് കേട്ടാ. നീ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് കൊടുത്തേ. എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇടും. അതെ, ചാനലിന്റെ പേര് വിനീഷേട്ടന്റെ സ്വർഗം. ചീസ് കേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടി. കുട്ടി ചേട്ടന് വേണ്ടിയല്ല, ചേട്ടൻ കഴിക്കണ്ട. ചേട്ടൻ എന്തിനു വീഡിയോ എന്തോ എടാ ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ച് താഴെ പോകും. ചീസ് കട്ടല്ലേ? ചീസ് കേക്ക് കൊള്ളാം, വണ്ടർഫുൾ. ഇന്നലെ പോയപ്പോ മേടിച്ചത് ഈ ക്രീമെന്ന് പറഞ്ഞ് എടുത്തില്ല. അപ്പൊ ചീസായി. ആരി അല്ല, ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. ഈ ചേട്ടൻ പോയോ? ഈ ചേട്ടൻ എല്ലാത്തും പറയുന്നില്ല. ഏണ നമ്മളെ കണ്ടപ്പോ ഇവർക്ക് സ്വർഗം കിട്ടിയാണെങ്കിൽ ഇങ്ങനെ തന്നെ അത് പറയണ്ട. ആരെ എന്നേതാ എന്താണ് ഇനീഷേട്ടന്റെ അച്ചാറ് ഞാൻ കഴിച്ചിട്ടില്ല. ഫ്ലോപ്പ് ആണെന്ന് മീനല്ലേ? കൊള്ളാം, നല്ല കുറച്ചിട്ട് ഒരു പൈസ തന്നെ. ചൂരയാണല്ലേ? ചൂര അച്ചാറ് അഞ്ച് കുട്ടി വൈശാഖിന് വേണ്ടി ഓംലേറ്റ് ഉണ്ടാക്കുക. മടിയില്ലാത്ത കുട്ടിയാണ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ഗേൾ. എടാ എന്താ വിശേഷം? ആ വിശേഷമല്ലേ നീ ഇത് കട്ടി. പാറും വിനീഷേട്ടനൊക്കെ നമ്മള് വിനീഷേട്ടൻ പണ്ട് പൂജാരിയായിരുന്ന കാലം തൊട്ടേ അറിയാം. ചെറുതിലേ തൊട്ട് വിനീഷേട്ടനെ അറിയാം. നമ്മൾ ഒരുമിച്ച് കണ്ടും
അല്ലേ നമ്മള് പണ്ടേ അറിയാവുന്നതല്ലേ, നമ്മള് പണ്ട് കാവടിക്കൊക്കെ അല്ലേ, എത്ര കൊല്ലങ്ങൾക്ക് ഉണ്ട് അല്ലേ? ഇത്രയും പ്രായം അറിയോ? നമ്മളൊക്കെ വിനീഷന്റെ ഫാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ, അറിയോ എനക്ക്? പറഞ്ഞ പുള്ളിക്കാരൻ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം പൂജാരി അങ്ങനെയൊക്കെ നടന്ന ഒരാളാണ് ഇപ്പൊ എന്താ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ജോലി ചെയ്യണേ. പല റീസൺസും ഉണ്ട്. ഇവള് എന്റെ പഴയ എക്സ് ലവറിന്റെ കൂടെ പഠിച്ചതാണ് അല്ലേ പാറു? അങ്ങനത്തെ ഒരു അബദ്ധം അവൾക്ക് പറ്റിപ്പോയി, അവളെ കൂടെ പഠിക്കേണ്ടി വന്നു പോയി. എടാ ഇത് തുറന്നു പോണല്ലോ, AC ഇട്ടിരിക്കില്ലേ? അങ്ങനെ എക്സ് ലവറിന്റെ കൂടെ പഠിച്ചതാണ് പാറും എക്സ് ലവറും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ മറ്റേ ബൈക്കിൽ ഇങ്ങനെ പോകും കാണാൻ വേണ്ടി. എത്ര സ്പീഡിൽ നീ പറ എന്നാല്. കഴിഞ്ഞ ഞായറാഴ്ച അങ്ങനെ ഇവര് തമ്മില് പ്രേമമായിരുന്നു, വിനീഷ് ചേട്ടനും പാറും തമ്മില്. അപ്പൊ അങ്ങനെ നമുക്ക് ചെറുതിലേ അറിയാവുന്നതാണ്. പിന്നെ ഇവര് പാറുവിന് ഒരു ചേട്ടനുണ്ട്, അവനെ അറിയാം. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ചോറ് കഴിക്കാം. ഞാൻ ഓൾറെഡി ചോറ് കഴിച്ചിട്ട് വന്നതാണ്. ഇനിയിപ്പോ വൈശാഖനും രാഹുലും കഴിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കഴിക്കാൻ വേണ്ടി ദാണ്ട മുട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചോറ് മീൻകറി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കാം. നമ്മൾ ഇവരെല്ലാവരും ഇങ്ങനെ ചോറ് കഴിക്കാം. ഞാൻ ഇവരുമായിട്ടൊക്കെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വരാം. ആ സമയം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് വരേണ്ടി വരും. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞാൻ സെറ്റാക്കി തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ വിവേകേൻ്റെ കൊച്ചിൻ്റെ നൂലേട്ടായിരുന്നു. അതാണ് നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടത് തന്നെ. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈശാഖേട്ടനെ എടുത്ത് നമ്മുടെ രാഹുലിനെ എടുത്ത് നമ്മൾ നേരെ വന്നത് നമ്മുടെ വിനീഷ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് വന്നത്. ഇവിടെ നിന്ന് നേരെ രാഹുലിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഈ ലൊക്കേഷനൊക്കെ നിങ്ങൾ നോക്കി, ഒരു സൈലൻറ്റ് വൈബാണ്. ഒരു നാട്ടിലെ ചെറിയ രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള ഏരിയയാണ് ഈ റാസൽ ഗെയിമ എന്ന് പറയുന്ന ഏരിയ. ഒരു അറ്റ്മോസ്ഫിയറും അങ്ങനെ ഏകദേശം കൂടുതലും മലയാളീസൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് നാട്ടിലെ കുറച്ച് ഫീലിംഗ് ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാരങ്ങനെ പുറത്തേക്ക് അധികം ഇറങ്ങാറില്ല, ഞായറാഴ്ച ആയാലും. അല്ലെങ്കിൽ മുന്നത്തെ ടൈമിൽ ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു. വൈശാഖേട്ടനും രാഹുലും വിനീഷ് ചേട്ടനും തോന്നിപ്പുണ്ട്. അതേപോലെ പാറും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ രാഹുലിനെ കൊണ്ട് സാധനം വാങ്ങാൻ പോകണം. അപ്പോൾ വിനീഷായിട്ട് സജസ്റ്റ് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അപ്പം കൊള്ളാമല്ലോ, നല്ല ഉടുപ്പാണല്ലോ പാറു. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, രസമുണ്ട്.
നല്ലതല്ലേ? അവളാ കെട്ടിയോണ്ട് ഉടുപ്പല്ലേ അവൾ ഇരുന്നത് അല്ലേ? എനിക്ക് ചൂട് പറ്റൂല, അത് വേറൊരു കാര്യം. നീ എങ്ങനെയാടേ? നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടാ. എനിക്ക് ഔട്ട് സൈഡ് ഉണ്ട്, പക്ഷെ ഞാനങ്ങനെ പണ്ടേ അങ്ങനെ തന്നെ. പണ്ടും ഇങ്ങനെ പുറത്ത് പണിയല്ലേ. ജോലി ചെയ്ത വിയർപ്പിന്റെ അസുഖമുണ്ട് എനിക്ക്. അതെ 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 അതെ. ഭയങ്കര ചൂടിന്റെ അങ്ങേയറ്റം എത്തിയാലേ വിയർക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിയർക്കില്ല. അതുകൊണ്ട് മുഖത്ത് വാ. വിശായിട്ട് എവിടെ പോയേ? സോ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മാർക്കറ്റിലേക്ക് പോകാം. നമ്മളങ്ങനെ മാളിലെത്തിയതാണ്ട് ഇവിടുത്തെ എവരിഡേ സെന്ററിലേക്കാണ് വന്നത്. ഇതെവിടെയാണ് ഇത് വിനീഷേട്ട ലൊക്കേഷൻ വരുന്നത്? നെയ്മാള്. ഓക്കെ, അതല്ലേ പറഞ്ഞേ. കുഴപ്പമില്ല. സോ നമ്മളങ്ങനെ എവരിഡേ സെന്ററിൻ്റെ അവിടേക്ക് നമ്മൾ വന്ന് നേരെ ആർക്ക് ഇവന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇപ്പം എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം പോയിട്ട്. അല്ലേ 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 പറു ഉള്ളവരെ പാറക്കുട്ടി പാറക്കുട്ടി. അപ്പം നമുക്ക് എന്തൊക്കെ സാധനം വാങ്ങണമെന്ന് നോക്കാം. ഇതാണ് എൻട്രൻസ്. എന്നെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ഓഫറുള്ള സ്ഥലം കേട്ടോ. 22 ദിർഹംസിൻ്റെ ഒക്കെ നോക്കി 99 ദിർഹംസിന് അത്യാവശ്യം നല്ല ഓഫറുള്ള സ്ഥലം. ഇല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം. രാഹുൽ എന്തൊക്കെ എടുക്കണേന്ന് നോക്കാം. അവനല്ലേ നാട്ടിൽ പോകുന്നത്, അവൻ എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് നോക്കാം. അവർ കുറച്ച് അപ്പുറത്താണ് നിൽക്കണേ. ഷൂസൊക്കെ കണ്ട ബേബീസിൻ്റെ. അങ്ങനെ നൈസ്. ചെറിയ പിള്ളേർക്ക് പറ്റിയ സാധനങ്ങൾ ഒരുപാടുണ്ട്. ലേഡീസിനെയൊക്കെ നോക്കി പറ്റിയ ഒരുപാട് ചെരുപ്പുകൾ, ഒരുപാട് കളക്ഷൻസുകൾ, ഒരുപാട് ക്രോക്സ് ആവട്ടെ. അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസസാണ്. എൻ്റെ പാറു, നീ ഒരു സംഭവം. ഇത് വാങ്ങണം കേട്ടോ. എൻചാൻഡർ അത് ഒറിജിനലാ ആണോ? 9 രൂപയുള്ളല്ലേ? കൊള്ളാം. നല്ല 9. അത്യാവശ്യം നല്ല കളക്ഷൻസുകളും ഉണ്ട് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊള്ളാം. പാവം. ഈ കൂടെ നിറച്ചല്ലോടാ നീ. പൈസ നോക്കില്ല നമ്മള്. അതെ 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 അതെ. വൈശേട്ടാ പാറു എവിടെ? വൈശേട്ടാ പാറു എവിടെ? വിളിച്ചോക്കണേ. നല്ലൊരു പൈസ ആയിട്ടുണ്ട് വൈശാഖിന്. സമയം ഒരു 9 മണിയായിട്ടുണ്ട്. 9 മണി. എടാ അപ്പുറത്തിടാ. ഇതുവഴി നിൽക്കാണ്ട് അത് പറയൂടാ. ഇവിടെ പറയൂടെ? അവര് വിനീഷേട്ടനെ അവിടെ 2 എണ്ണത്തിനെ കാണാനില്ല. പോയി നോക്കിട്ടെ. ഇതിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. 2 എണ്ണം കൂടി ഇതാ പോവുകയാണ്. ഏയ് പറു കണ്ടു. നമ്മളവിടെ വില്ലടിക്കാൻ കയറി. അതിപ്പോ ഇല്ല, വണ്ടിക്കകത്ത് ഇല്ല.
ഇതിപ്പോ എന്റെ എടാ 340 ചെറിയ പൈസ. നിങ്ങളത് നേരത്തെ 302 ആയിട്ടുണ്ട്. നല്ല ഹെവി പർച്ചേസിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അളിയന് ടോർച്ച്, അനിയത്തേക്ക് സോപ്പ്, കുളിക്കാൻ ബാറ്, ഡോവ്, ഏകദേശം നല്ല രീതിയിൽ ഇറങ്ങിയപ്പോൾ എന്താ ഗ്ലാസ് കിട്ടുന്നു. ഇൻസ്റ്റാഗ്രാം സ്കാൻ ചെയ്ത് നമുക്കൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ടോ? അപ്പം നമ്മൾ സ്കാൻ ചെയ്ത് ഒരു ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടുന്ന് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല, കുറേയൊക്കെ ഇത്ര പോരാ, ഐറ്റം പോരാ എങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം രാഹുലിനെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടാക്കണം, വൈശാഖിനെ തിരിച്ചുകൊണ്ടാക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകണം വീട്ടിൽ. ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. സോ ഇവിടെ നിന്നും ഇറങ്ങണം. എങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസിങ് ഒക്കെ? സെറ്റ് അടിപൊളിയായിരുന്നു. അടിപൊളിയായി. 50 രൂപ 200 രൂപയുടെ സാധനം മേടിക്കാൻ വന്നപ്പോൾ 500 രൂപയുടെ സാധനമായി. വൈശാഖിന് സുഖമായി. ദുബായിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഒരു കപ്പ് കിട്ടും കേട്ടോ നമുക്ക്. വാവ്, അത് കൊള്ളാം പരിപാടി. എന്തായാലും ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തും ചെയ്യും. ഫ്രീ. നമ്മള് വണ്ടി എവിടെ ഇട്ട നമ്മളാ ഫ്രണ്ടില് ഫ്രണ്ട് ഇട്ടിട്ടാണല്ലോ നമ്മള് വന്നേ. സോ അങ്ങനെ നമ്മളൊരു 650 ദറംസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നന്നായിട്ടുണ്ട്. ഒരു 15,000 ഇപ്പം റേറ്റ് വെച്ച് ഒരു 18,000 രൂപയ്ക്ക് നമ്മൾ ഇന്ത്യൻ മണി പർച്ചേസ് ചെയ്ത്. അന്ന് നല്ലൊരു കാര്യമാണ്, നല്ലൊരു കാര്യമായിരുന്നു. ഇതാ പോകുന്നു നവദമ്പതികൾ ആൻഡ് ബിനീഷൻ പാറു. അവരുടെ അതിയായ സ്നേഹം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര രസകരമായിട്ടുള്ള. വിനീഷേട്ടൻ്റെ നമ്പർ ഞാൻ എന്താണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത് അറിയോ? ഇപ്പോഴും വിനീഷ് പൂജാരി അറിയോ? വിനീഷേട്ടൻ പൂജ ചെയ്തിരുന്ന സമയം നിനക്കറിയില്ല? നീ ഒന്ന് മിണ്ടാണ്ടിരിക്കടാ. അയ്യോ അയ്യോ, അതൊക്കെ ഒരു കാലം. എല്ലാവർക്കും ഒരു നല്ല കാലം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ, അല്ലേ പാറു? ഒരു കൊല്ലം നിങ്ങളവിടെ പണിയെടുത്ത്. പക്ഷെ സോ നമുക്ക് വണ്ടി എടുത്ത് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം ഗായ്സ്. നമ്മളെ വിനീഷേട്ടനും പാറുവും തിരിച്ച് നേരെ ഇവരുടെ കവാടത്തിലേക്ക് പോവുകയാണ്. നമ്മളിനി തിരിച്ച് മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഫ്രീ കിട്ടിയ കപ്പ് നമ്മുടെ പാറുവിന് കൊടുത്ത്. പാറു, എൻ്റെ കപ്പ് കാണിച്ചു കൊടുക്കുക എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. ഹാപ്പി അല്ലേ നീ? എവിടെ ചിരിച്ചേ? ഫോട്ടോ എടുക്കില്ല. അയ്യ, അവിടെ പോയി ഫോട്ടോ എടുക്കാം. ഇപ്പൊ ഫോട്ടോ എടുക്കാം നമുക്ക് ഇവിടുന്ന്. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ, മറ്റേ സെറ്റ് ആയിരുന്നു. അതൊന്നും സാരില്ല. അപ്പൊ സോ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. കുറച്ച് നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് പോവാം. ഞാൻ കൊണ്ടുവന്നില്ലല്ലോ. ഏത് അതെടുത്തോ നിങ്ങള്? ബോഡി സ്പ്രേ അല്ല, ബോഡി സ്പ്രേ അല്ല ഇത്. ഡ്രസ്സല്ലേ? സോ ഗൈസ് അങ്ങനെ എല്ലാവരെയും കൊണ്ടാക്കി ഞാൻ തിരിച്ച് റൂമിലേക്ക് എത്തി. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. സോ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് നാളെ ഒരു വ്ളോഗിൽ നാളെ ഒരു ദിവസം കാണാം. ബൈ ബൈ.